ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ലോങ് വീഡിയോ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ഷമിച്ച് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. കോളേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നോർമലി ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. എഴുന്നേറ്റ പാടെ ദേ ഈ പാവകളൊക്കെ ഒന്ന് പറക്കി വെക്കുവാണ്. ഹാനിമോൾ ഇത്താടെ ഒരു ബേബിയാണ്, 2 ബേബിയുണ്ട്, ഹാനിയ ഹൈറ. അപ്പം രാത്രി മുഴുവൻ പാവയൊക്കെ എടുത്ത് കളിച്ചിട്ട് ഇങ്ങനെ ഇട്ടേക്കുവേ. എന്നിട്ട് ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി ഇടുവാണ്. നോർമലി കോളേജുള്ള ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. നേരെ എഴുന്നേൽക്കുന്നു, പല്ലിക്കുന്നു, ഫ്രഷ് ആവുന്നു, ഫുഡ് കഴിക്കുന്നു, കോളേജിൽ പോകുന്നു. അതാണ് എപ്പോഴും ചെയ്യാറ്. പക്ഷേ ഈ കോളേജ് ഇല്ലാത്ത ദിവസം ആയതുകൊണ്ടും ടൈം ബേബിയൊക്കെ ഉള്ളത് കൊണ്ട് ഉമ്മക്ക് കുറച്ച് വർക്ക് കൂടുതലുള്ളതുകൊണ്ടും തന്നെയാണ് ഞാൻ ഈ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഫ്രഷ് ആവാനായിട്ട് ഞാൻ മേളിലേക്ക് പോയി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു ക്ഷീണം വരാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ അല്ലായിരുന്നു, കുറച്ച് എനർജി ഉണ്ടായിരുന്നു. താഴെ പോയ ഉടനെ തന്നെ ഈ ബോട്ടിൽ വെള്ളം നിറച്ച് വെക്കുക. ഇങ്ങനെ വെള്ളം കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ സ്കിന്നിലും അതുപോലെ തന്നെ ഹെൽത്തിലൊക്കെ നല്ല മാറ്റമുണ്ട്. കുറച്ച് ടീ ബാഗ് ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ ഒരു ചായ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഇഡലി സാമ്പാറുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് നമ്മുടെ നോർമലി വെജിറ്റബിൾസ് ഇട്ട സാമ്പാറല്ല, ഉള്ളി സാമ്പാറാണ്. ഈ സാമ്പാറാണെങ്കിലാണ് നല്ലപോലെ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കാമെന്ന് കരുതി. രാവിലെ കുളിക്കാറില്ല, പക്ഷേ ഇന്നെന്തോ കുളിക്കണമെന്ന് തോന്നി രാവിലെ. അങ്ങനെയല്ല, ഡ്രസ്സ് തപ്പുവാണേ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി കുളിച്ചിട്ട് വന്നു. എന്നിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. എൻ്റെ വീട്ടിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് പ്ലാന്റ്സ് ഉണ്ട്. പുറത്തുനിന്നൊക്കെ പോകുന്നവരൊക്കെ വണ്ടി നിർത്തിയിട്ട് ഇവിടുന്ന് പ്ലാന്റ്സ് ഒക്കെ ചോദിച്ച് തഴി വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. അത്രയ്ക്ക് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. നല്ല വെയിലുണ്ടായിരുന്നേ ഞാൻ പുറത്തിറങ്ങിയപ്പോഴേക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയട്ടെ. എൻ്റെ ചാനലിൽ 6K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ്. എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ സമയം കണ്ടെത്തി എൻ്റെ വീഡിയോസ് കാണാനും അതുപോലെ തന്നെ ആ ഒരു സമയം കണ്ടെത്തി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊക്കെ ഒരുപാട് താങ്ക്സ്. ഇനിയും മുന്നോട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 6K സബ്സ്ക്രൈബേഴ്സ് ആയ ഒരു സന്തോഷത്തിൽ ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കും 6K അല്ലേ ആയുള്ളൂ, അപ്പോൾ എന്തിനാ ഇത്രയും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് അറിയാൻ പറ്റും ആ 6K നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു 6K ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഈ 6K നമ്മളിങ്ങനെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുമ്പോൾ കാണുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ പോകുന്നത് വേറൊന്നുമല്ല, ഈ ഒരു എപ്പിസോഫ്റ്റിൻ്റെ ഒരു സൺസ്ക്രീനും പിന്നെ ഒരു ഷാമ്പു, ഒരു കണ്ടീഷണറും സെബാമെഡിൻ്റെ ഒരു പൗഡറുമാണ് തരാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത് തരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം ഈ 4 പ്രോഡക്റ്റ്സും ഞാൻ ഒരുമിച്ച് ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് ജസ്റ്റ് വന്നതേ ഉള്ളൂ. അപ്പോഴേക്കുമാണ് 6K സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പം ഈ 4 പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരാമെന്ന് കരുതി. അപ്പോൾ ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് അയക്കുന്നതായിരിക്കും. ഇത് കൂടാഞ്ഞ് ഇനി ഞാൻ ഗിഫ്റ്റ് തരുന്നതായിരിക്കും കേട്ടോ, ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ചിട്ട്. അപ്പോൾ വീണ്ടും പറയുവാണ്, എല്ലാവർക്കും താങ്ക്സ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നതിന്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുന്നേ, ഈ ഒരു ഗിഫ്റ്റിൻ്റെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഉള്ള റൂമിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. ഫുൾ കുളമായി കിടക്കുവാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി മേളിലേക്ക് വന്നതാണ്. ഞാനും ഉമ്മായും കൂടെ ക്ലീൻ ചെയ്താൽ എന്താ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഉമ്മാടെ നിന്ന് ഫുൾ വഴക്കും കേൾക്കും, ഫുള്ള് കംപ്ലീറ്റ് ആവത്തില്ല. എന്തെങ്കിലും പകുതി വെച്ച് ഞാനും ഉമ്മ അടിയായി നിർത്തിയിട്ട് പോകും. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്താൽ എന്താണ് ഏകദേശമൊക്കെ എങ്കിലും ക്ലീൻ ചെയ്യാവാറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് പോയപ്പോഴേക്കും ഒരു മാങ്ങ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ഡെസേർട്ട്സിൻ്റെ റെസിപ്പീസാണ് എല്ലാവരും മാംഗോയിൽ ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്നലെ റീൽസ് കണ്ട സമയത്ത് മാംഗോയിൽ മാങ്ങാ പുളിശ്ശേരി വേറൊരു രീതിയിൽ വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുന്നതല്ലാണ്ട് വേറൊരു രീതി വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയേ. സാധാരണ കിച്ചണിൽ കയറാത്ത ഞാനാണ്, പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാണ്ട് ഫുഡ് റെസിപ്പീസൊക്കെ. അങ്ങനെ അതുണ്ടാക്കി ടേസ്റ്റ് ചെയ്യുന്ന സമയത്താണ് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ എന്തുണ്ടാക്കിയാലും ഇനി അത് കൊള്ളില്ലെങ്കിലും എൻ്റെ ഉമ്മ പറയും അത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണെന്ന് പറയും. ഉമ്മ അത് ഫുള്ള് ഒരു കുറ്റവും പറയാതെ കഴിക്കാറുണ്ട്. ഈ ഒരു കറിയുടെ മിസ്റ്റേക്ക് എന്തായിരുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിപ്പോയി, അത് മാത്രമേ ഉണ്ടാവുക. പക്ഷേ ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ബോഡി സ്ക്രബ് ഉണ്ടാക്കാമെന്ന് കരുതി. എല്ലാ ഞായറാഴ്ചയും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. കാരണം ഇപ്പോൾ ഭയങ്കര വെയിലാണല്ലേ. അപ്പം ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കയ്യിലും കാലിലും ഒക്കെ നല്ലപോലെ ടാൻ ആവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാമല്ലോ. ഫേസിൽ ഞാൻ നോർമലി ഒരു
ഫേസ് പാക്കോ ഒന്നും അപ്ലൈ ചെയ്യാറില്ല, അലർജി ആവും. അപ്പം ഈ ഒരു സംഭവം ഞാൻ എന്താണ് കാലിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കോഫി പൗഡറും ഷുഗറും റൈസ് പൊടിയും എന്ന് പറയുമ്പോൾ നമ്മുടെ അരിപ്പൊടിയും കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഈ വെള്ളവും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വരും. എന്നിട്ട് താഴേക്ക് വന്ന് ഇന്നലെ റിങ്ങിൻ്റെ കൂടെ കിട്ടിയ മെഹന്തിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്ന ബോട്ടിൽ ഫില്ല് ചെയ്ത് വെക്കാമെന്ന് കരുതി നാളെ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഓയിലാണ്. പണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പാരച്യൂട്ടിൻ്റെ ഓയിലായിരുന്നു, കോക്കനട്ട് ഓയിലായിരുന്നു. പക്ഷേ അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോർ ഹെഡിൽ നല്ലപോലെ ഒരു വൈറ്റ് പാച്ചസോ അതുപോലെ എന്തോ വന്നിട്ട് പീൽ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു സ്കിന്ന്. അങ്ങനെ ഡെർമറ്റോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്തപ്പോഴാണ് അത് പാരച്യൂട്ടിൻ്റെ ഓയിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് കാച്ചിയ എണ്ണ തേക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പാരച്യൂട്ട് യൂസ് ചെയ്യാറില്ല. എല്ലാവരും പൂച്ചയൊക്കെ എടുത്ത് മടിയിൽ വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ സത്യം പറയല്ലോ, എനിക്ക് ഈ സാധനത്തിന് ഭയങ്കര പേടിയാണ്. ഈ പൂച്ച എന്നെ കാണുമ്പോൾ ഓടുന്ന മുന്നേ തന്നെ പൂച്ചയെ കാണുമ്പോൾ ഞാൻ ഓടാറുണ്ട്. രാത്രി ആയപ്പോഴേക്കും കഴിക്കാനായിട്ട് പുട്ടാണ് ഉണ്ടായിരുന്നത്. രാത്രി ഞാൻ നോർമലി അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. നിറച്ച് ബൊഗെയിൻവില്ല ഉണ്ടായിരുന്നതായിരുന്നു. ഇപ്പോൾ അത് വെയിലത്ത് എല്ലാം പോയി. പുട്ടൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്കിൻ കെയർ ചെയ്യാമെന്ന് കരുതിയേ. ഈ ഒരു അണ്ടർ ഐ സെറവും പിന്നെ ആ ഒരു ബോഡി ലോഷനുമാണ് യൂസ് ചെയ്യുന്നത്. ബോഡി ലോഷൻ ബോഡിയിലല്ല യൂസ് ചെയ്യുന്നത്, ഫേസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ്. ഇത് നമുക്ക് ടാൻ മാറാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്രീം അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ബൈ ബൈ.